മുഖം മിനുക്കാനാണോ എന്ന് നമുക്കറിയില്ല. 2 മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി അല്ലേ? ഒന്ന് ഗണേഷ് കുമാറും ഒന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനും. രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിമാരാണ്, അല്ലെങ്കിൽ മന്ത്രി ആയി ഇരുന്ന ആളുകളാണ്, മുൻ പരിചയമുണ്ട്. അതെ, ഈ മുഖം മിനുക്കുക എന്ന് പറയുന്ന വാക്ക് ഇവിടെ എനിക്ക് തോന്നുന്നില്ല. കാരണം കറക്റ്റായിട്ട് ഇതൊരു വീതം വെപ്പിന്റെ ഭാഗമായിട്ട് ധാരണയാണ്. ധാരണ ഇടതു മുന്നണിയിൽ ഒരു ധാരണ പ്രകാരം വന്ന 2.5 വർഷം. അതിലിപ്പോ പറഞ്ഞ പോലെ രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിമാര്. കടന്നപ്പള്ളി ആണെങ്കിലും 3 പ്രാവശ്യം മന്ത്രിയായിട്ടുണ്ട്, നമ്മുടെ ഗണേഷ് കുമാർ ആണെങ്കിലും 3 പ്രാവശ്യം മന്ത്രിയായി. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാൽ ഗണേഷ് കുമാറിന് ഇതുവരെ 5 വർഷം ഭരിക്കാൻ ഭാഗ്യം കിട്ടാത്തൊരു മന്ത്രിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയോടൊന്നും അത്ര താല്പര്യത്തോടെ അല്ല പിന്നീട് അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതെ എന്നുള്ളത് അനുഭവങ്ങളാണ്. അതെ, പല കേസുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ പലതിൻ്റെയും പിന്നിൽ പുള്ളിയായിരുന്നു. ഒപ്പം കടന്നപ്പള്ളിനെ നോക്കുകയാണെങ്കിൽ കടന്നപ്പള്ളി ഫ്രഷാണ്. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ്. കടന്നപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം MP ആയിട്ട് ആദ്യമായിട്ട് 70s ആദ്യ സമയങ്ങളാണ് ഇദ്ദേഹം കാസർഗോഡ് പോയി മത്സരിക്കുന്നു. അപ്പോൾ EK നയനാരാണ് ഇദ്ദേഹത്തിന് എതിരായിട്ട്. EK നയനാർ തോപ്പിച്ച് MP ആയിട്ടുള്ള, അന്നും വളരെ അത്ര പ്രായമൊന്നുമില്ല, നല്ല ചുറുചുറുക്കൊക്കെയുള്ള ഒരു പാർലമെൻറ്റേറിയനായി രാഷ്ട്രീയ ജീവിതം സ്റ്റാർട്ട് ചെയ്ത ആളാണ് കടന്നപ്പള്ളി. അതെ. അപ്പോൾ ക്ലീൻ ഇമേജ് ഉണ്ട് എന്നുള്ളതിനൊപ്പം ഞാൻ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലും, ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച ഒരു മന്ത്രി തന്നെയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം KSRTC ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയപ്പെടുന്നു. വനം മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ഇമേജ് ആയിരുന്നു. ഇനി എന്നെ കൗണ്ടർ ചെയ്യാൻ വേണമെങ്കിൽ ധനരാജന് അങ്ങനെയല്ല, അദ്ദേഹം KSRTC മന്ത്രി എന്നപ്പോൾ ചെയ്തതിന്റെ ഫലം പലതും ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴും. ഏതൊരു കമ്പനിക്ക് കൊടുത്തിട്ട് ഇവിടെയൊക്കെ മൂത്രപ്പുര ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ പൊട്ടി ചോർന്ന് വിളിച്ച് നാശമായി പോയി, ഏതോ കമ്പനിക്ക് കൊടുത്തിട്ട്. അങ്ങനെയൊക്കെ AC ബസ് കാണുന്നത് കെ പി ഗണേഷ് കുമാറിന്റെ കാലത്താണ് കേരളം. അതിപ്പോ 5G കാണുന്നത് പിണറായി വിജയന്റെ കാലത്ത് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അന്ന് ഇവിടെ വോൾവോ ബസ് വന്നു എന്നുള്ളത് മാത്രമാണ്, അതിന് ഒരു ഇതില്ല. അദ്ദേഹം വനമന്ത്രിയായിരുന്ന സമയത്ത് വനമേഖല കൂടി എന്ന് പറയപ്പെടുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കൗണ്ടർ ചെയ്യാം. കൗണ്ടർ അല്ല, അതെന്താന്ന് വെച്ചാൽ അന്ന് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. അല്ല സോറി, അത് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അച്യുതാനന്ദന്റെ കാലത്ത് വനമേഖല കൂടി. ഇതൊരു തരം, ഇതിപ്പോ നമുക്കറിയാം, ഈ ഉള്ളത് എഴുതി വെക്കുന്നത് മുഴുവൻ വനഭൂമിയാക്കി എഴുതി വെച്ചിട്ട് ഇപ്പോൾ ഈ ഇവിടുത്തെ കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇടുക്കിയിലെ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ഈ വനം വകുപ്പ് എടുത്ത് വെച്ചിട്ട് അവിടുത്തെ നമുക്ക് ഈ കിഫയുടെ ഒക്കെ പോസ്റ്റുകൾ നോക്കിയാൽ തന്നെ അറിയാം, ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തും ഒക്കെ കയറി വനം വകുപ്പ് കയറി എന്താ പറയുക, ഇത് ചെയ്തിട്ട് അവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്, അവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക്. അപ്പൊ വനഭൂമി കൂട്ടി എന്നും പറഞ്ഞ എന്താ കാർബണിന്റെ ഇത് റെഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ കുറെ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവർ മേടിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്, കിഫയൊക്കെ ആരോപിക്കുന്നത്. എന്തായാലും ഒരുപാട് ആരോപണങ്ങൾ പുറത്തുനിന്നും അകത്തുനിന്നും കേട്ട ഒരു മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ എന്നുള്ളത് തർക്കമില്ല. അദ്ദേഹമാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയപ്പെടുന്നു. ഇനിയുള്ള ഇപ്പോൾ ഗതാഗത വകുപ്പ് രാജു പോയത് കൊണ്ട് അതിനകത്തോട്ട് വന്നാണല്ലോ. അതെ, KSRTC ഒന്ന് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം നമ്മുടെ MVDയുടെ കുറേ രീതികളും ചെയ്തികളും ഒക്കെ ആരോപണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. റോബിൻ ബസ്സിനെ പോലുള്ള ബസ്സുകൾക്കെതിരെയും അതുപോലെ MVDയുടെ ഓരോ കേസുകൾ, വിചിത്രമായ കേസുകളൊക്കെ ഉണ്ട്. നമുക്ക് പലപ്പോഴും ഇതെന്താ സംഭവം എന്ന് വിചാരിക്കേണ്ട. അതിനെല്ലാം ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ളൊരു സത്യപ്രതിജ്ഞയാണ് നടന്നത്. ഞാൻ ഇന്നലെ വരെ പ്രതീക്ഷിച്ചിരുന്നു അത്. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ പുള്ളി ഇന്നൊരു രാവിലെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, കേന്ദ്രം കേരളത്തിനെ ശ്വാസം മുട്ടിക്കുകയാണ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്ന കുറേ നിയമങ്ങൾ സംസ്ഥാന ഖജനാവിന് ചെറിയതുപോലെ നഷ്ടം വരും. ലൈക്ക് ഭാരത് രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ റോബിൻ ബസിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റ്. ഈ പെർമിറ്റ് ഫീസ് കിട്ടേണ്ടത് കേരള സർക്കാരിന് കിട്ടേണ്ട പെർമിറ്റ് ഫീസ് കേന്ദ്രത്തിന് പോകുന്നു. പക്ഷെ ഇതുകൊണ്ടൊക്കെ ആത്യന്തികമായിട്ട് ജനങ്ങൾക്കാണ് അതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നല്ല നിയമങ്ങളെല്ലാം എടുത്ത് എന്താ പറയുക, കേരളത്തിന് പറ്റില്ല എന്ന രീതിയിൽ കേരളത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഗണേഷ് കുമാറും കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് എനിക്ക് ഇന്ന് രാവിലത്തെ ഇത് കണ്ടപ്പോൾ തോന്നി. ഓക്കെ, എന്തായാലും ഇവർ രണ്ടുപേരും മന്ത്രിയായി, അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഇവർ മന്ത്രിയായി രാജ്ഭവനിൽ വെച്ച് ഇവരെ സത്യപ്രതിജ്ഞ നടന്നു, അതിനും തർക്കമില്ലല്ലോ. ഓക്കെ, ഈ രാജ്ഭവനിൽ കണ്ട വിചിത്രമായൊരു കാഴ്ചയുണ്ട്, കേരളം ഇതുവരെ കാണാത്തൊരു കാഴ്ച. ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നു രാജ്ഭവൻ്റെ വിശാലമായ ആ ഹോളിൽ വെച്ചിട്ട്.
എല്ലാവരും പങ്കെടുക്കുന്നു. ഒന്ന്, പ്രതിപക്ഷം ആദ്യം തന്നെ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ MLA മാരോ പങ്കെടുക്കാത്ത ഒരു ചടങ്ങായിരുന്നു. രണ്ട്, ഇപ്പോൾ രാജ്ഭവനിൽ വരുമ്പോൾ തന്നെ നമ്മൾ കേരളം നോക്കിക്കണ്ട ഒരു കാര്യമുണ്ട്. ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ വരികയാണ്. അതാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് SFIക്കാരെ വിട്ടത് മുഖ്യമന്ത്രിയാണ് വിട്ടത്, കണ്ണൂരുകാരെന്നൊക്കെയുള്ള രീതിയിൽ കുറെ ആക്ഷേപങ്ങൾ ഗവർണർ പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ളൊരു വാക്പോര് തന്നെ, മുറുമുറുപ്പല്ലല്ലോ, വാക്പോര് ശരിക്കും പരസ്യമായിട്ട് ലൈവിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൂടിക്കാഴ്ച എല്ലാവരും എങ്ങനെയാവുമെന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ്. കേരളം മുഴുവൻ നോക്കിയത് ചെറിയ മുറുമുറുപ്പായിരിക്കും, അത് അവിടെ തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുഖം കൊടുക്കാതെ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്നു. തിരിച്ച് ആദ്യം ഗവർണർ എഴുന്നേൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ശരീരഭാഷ നമ്മൾ ആ വിഷ്വലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം മിണ്ടുകയാണെങ്കിൽ ഞാൻ മിണ്ടാന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. മുഖം കൊടുക്കാതെ തന്നെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നു. മുഖ്യമന്ത്രി രാജ്ഭവനിലെ ചായ സൽക്കാരം, സാധാരണ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഒരു ചായ സൽക്കാരമൊക്കെ ഉണ്ടാവാറുണ്ട്, ആ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാണ്ട് മടങ്ങുന്നു. മറ്റു മന്ത്രിമാർ മടങ്ങുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. എത്രത്തോളം പ്രശ്നങ്ങളുണ്ടെങ്കിലും ചടങ്ങുകൾ എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ, രാജ്ഭവനിലെ ചടങ്ങുകളെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പൊക്കോണ്ടിരുന്നത്. ഇവർ തമ്മിൽ ശീലസമരങ്ങൾ ഇന്നത്തെ കാലത്ത് മാത്രമല്ല, ഇതിനൊക്കെ മുമ്പൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് രൂക്ഷമായ രീതിയിൽ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം അതൊക്കെ ഒരു കീഴ്വഴക്കങ്ങളാണല്ലോ, നിയമം ഒന്നുമില്ലെങ്കിലും ഒരു കീഴ്വഴക്കമായിട്ട് വന്നുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ച പോലെ ഇന്നത്തെ ഒരു പ്രശ്നം തീരും, അങ്ങനെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത്. പായസം കൊടുത്ത പോലെയോ അല്ലെങ്കിൽ ഓണത്തിന് ക്ഷണിച്ചില്ല, പിന്നീട് ക്ഷണിച്ചപ്പോൾ തിരിച്ചു വന്ന ഗവർണറെ പോലെയൊക്കെ ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇവർ തമ്മിലുള്ള ഒരാൾ ഈ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന പോലെയാണ്. ഒരാൾ മുഖം മൈൻഡ് ചെയ്തില്ല. രാജ്ഭവൻ ഗവർണറുടെ വസതിയാണ്, അവിടെ വെച്ച് എന്നെ മൈൻഡ് ചെയ്യാത്ത സ്ഥലത്തിരുന്ന് ചായ ഞാൻ കുടിക്കുന്നില്ല, എൻ്റെ മന്ത്രിമാരും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. ഇത് കേരളത്തിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ കൂടിയാണ്. രണ്ടുപേരും അവരുടേതായിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ. കാരണം ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്, അന്നൊന്നും ഇത് കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ നിൽക്കും. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടെ നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തു. അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇനിയും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി പോകാനുള്ള സാധ്യതയും ഇതിൻ്റെ മുന്നിൽ നിന്ന് കാണാൻ കഴിയും. ഒപ്പം രണ്ട് മന്ത്രിമാർ വരുന്നു. ആ മന്ത്രിമാരുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. രണ്ട് മന്ത്രിമാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മറ്റു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.